വയ്യാത്തവൻ എന്ന രീതിയിലാണ് കാലത്തിന് ശേഷം ഉണ്ടായത്. അന്നത്തെ പ്രണയം എന്ന് പറഞ്ഞ ലൈഫുണ്ട്, എനിക്കില്ലാത്ത നിനക്ക് വേണ്ട. ഞങ്ങൾ 90s കിഡിനെ സംബന്ധിച്ചും ഞങ്ങൾ ഭയങ്കര റൊമാൻറ്റിക്കാണ്. വൺ സൈഡ് പ്രണയം ഉണ്ടായിരുന്നു. അങ്ങോട്ട് ഇഷ്ടം തോന്നുന്നുണ്ട്, ഞാൻ തോന്നുന്നു വന്നിട്ടുണ്ട്. മനസ്സിലൊക്കെ എനിക്ക് തോന്നുന്നു 10 ദിവസം ചുരുക്കാൻ തോന്നും, 30 ദിവസം തോന്നും. അത്രയും വലിയ സിനിമ. ഇന്നാണെങ്കിൽ മലയാള സിനിമയ്ക്ക് രാകേഷ് കൃഷ്ണൻ ആവശ്യമില്ല, പക്ഷെ രാകേഷ് കൃഷ്ണൻ മലയാള സിനിമ ആവശ്യമുണ്ട്. കളം എന്ന് പറയുന്ന സിനിമയ്ക്ക് മുൻപും ശേഷവും ചേട്ടനെ ഒരു അനലൈസ് ചെയ്താല് ചേട്ടന് എന്താ പറയാൻ പറ്റുക? കളത്തിന് മുമ്പ് ഒരു സാധാരണക്കാരൻ, സിനിമയ്ക്ക് നടക്കുന്ന മറ്റുള്ള സിനിമയ്ക്ക് ഭ്രാന്തൻ, ഒരു ആവേശക്കാരൻ, പിന്നെ എന്താ പറയാ ഒരു വയ്യാത്തവൻ എന്ന രീതിയിലാണ് കാലത്തിന് ശേഷം ഉണ്ടായത്. അവൻ സിനിമ ചെയ്യത്തില്ല, ഇങ്ങനെ നടക്കുക, ലൈഫ് മൊത്തം കൊണ്ട് കളയുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പിന്നെ കാലത്തിന് ശേഷം ഈ ചിന്ത ഓപ്പോസിറ്റായി പറഞ്ഞതൊക്കെ തിരിച്ചു അത്ര. പിന്നെ ലൈഫിൽ എവിടെ ചെന്നാലും നമുക്ക് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഒരു വേദി ചെന്നാലും നമുക്ക് അംഗീകാരം, അതൊക്കെ വലിയ ഭാഗ്യാണ്. പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, പിന്നെ അച്ഛനുണ്ടായിരുന്നു. ഈ വർഷം ജനുവരി 5 പിന്നെ മരിച്ചു. ഇപ്പം അമ്മ പിന്നെ പെങ്ങളുണ്ട്, അധികമുണ്ട്. പെങ്ങളൊക്കെ കൂടെ തന്നെയാണോ? പെങ്ങ ഇപ്പം സൗദിയില. പിന്നെ സിനിമ കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടോ? കല്യാണം കഴിക്കുന്ന കാര്യത്തിനെ കുറിച്ച്? പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ, കല്യാണം ഉണ്ടാവും. പക്ഷെ അത് പ്രണയ വിവാഹം ഇരിക്കോ? അതൊന്നും കേട്ടില്ല. അല്ല, ഈ പ്രണയ വിവാഹം എന്നൊക്കെ ചോദിച്ച് കല്യാണം കഴിക്കുന്ന വലിയ സംഭവമൊന്നുമല്ല, ഇന്നത്തെ സംഭവമൊന്നുമല്ല. ഇന്ന് കല്യാണം വന്ന് നേരം എനിക്ക് തോന്നാനുണ്ടായോ? നമുക്കറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്, എല്ലാവരും എന്റെ സുഹൃത്തുക്കളെല്ലാം കല്യാണം കഴിച്ചു, ഞാൻ മാത്രമേ കെട്ടാൻ. ബാക്കി എല്ലാരും കെട്ടി, ഞാൻ മാത്രമേ. പ്രണയത്തിനെ കുറിച്ച് ഇപ്പൊ ഉള്ള പ്രണയവും പണ്ടത്തെ ഒരു പ്രണയവും ഇപ്പോഴത്തെ പ്രണയം അതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ചിന്താഗതി വെക്കുന്നത്. പണ്ട് എനിക്ക് എന്റെ പ്രണയം ദുഃഖം പണ്ടത്തെ അത് എല്ലാ 90s കിട്ടുള്ള ഒരു സംഭവം. നല്ല നാടൻ പെണ്ണ്, പിന്നെ എന്താ രാവിലെ കുറിച്ച് ഒന്നും തുടർച്ചയായി പറിച്ച് ചൂടി നടക്കുന്ന നല്ല മുടി, പിന്നെ വിവരവും വിദ്യാഭ്യാസവും, പിന്നെ ഫാമിലിയുടെ പരിപാടി കൊണ്ടുപോകണം. ഇതൊക്കെയാണ് അന്നത്തെ പണ്ടത്തെ ആഗ്രഹം. ഇപ്പൊ അതെല്ലാം മാറി. അന്നത്തെ പ്രണയം എന്ന് പറഞ്ഞ ലൈഫുണ്ട്. അതായത് ഇപ്പം പെണ്ണ് ഇഷ്ടമാണ്, ആ പെൺകുട്ടിക്ക് അവളെ ഇപ്പം കല്യാണം കഴിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാവും. അവര് ആ പെൺകുട്ടി കല്യാണം വേറെ കിട്ടിയാലും ഓപ്പോസിറ്റ് വ്യക്തി ചിന്തിക്കുന്നുണ്ടോ നല്ല ലൈഫ് എന്നെ പണ്ട് കൂടുതൽ ചിന്തിക്കും. പിന്നെ തിരിച്ചത് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവള് വേറെ ആരുടെയും കൂടെ ജീവിക്കണ്ട, അല്ലെങ്കിൽ അവനാണെങ്കിലും എന്നെ പറ്റിച്ചിട്ട് വേറെ ആരുടെയും കൂടെ പോകണ്ട. സെൽഫിസ്റ്റ് കൂടി. അപ്പം പ്രണയം സ്നേഹത്തിന്റെ ഒരു അത് ചിലപ്പോ അവരിപ്പം ഇപ്പത്തെ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യം കൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? പണ്ടത്തെ കൂട്ടുകുടുംബം അല്ലെങ്കിൽ കൊറേ പേരുള്ള വീട്ടിൽ നിന്ന് ഷെയർ ചെയ്തിട്ടും എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ എല്ലാം ഉണ്ടല്ലോ, അച്ഛൻ അമ്മ അങ്ങനെ കുറെ എല്ലാം പേടിയാ. ഇന്നതില്ല. അച്ഛൻ അമ്മ കുട്ടി
അപ്പൊ കുട്ടിയുടെ കയ്യിൽ ഫോണായിരിക്കും, അച്ഛനമ്മയ്ക്ക് ഫോണായിരിക്കും, മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല. ഇന്നത്തെ പെണ്ണുങ്ങൾ മൊബൈൽ എടുക്കുക, വാട്സപ്പ് എടുക്കുക, ഇൻസ്റ്റ അപ്പൊ ഓക്കെ. പിന്നെ യൂട്യൂബിൽ കുറെ സാധനം കേൾപ്പട്ടെ, ഒരു പെൺകുട്ടി എങ്ങനെ അത് ഇഷ്ടപ്പെടും എങ്ങനെ നോക്കും, എന്ത് വേണമെങ്കിലും യൂട്യൂബിൽ കിട്ടുമല്ലോ. പിന്നെ എന്തോ നമ്മളേക്കാൾ കത്ത് കൈ വിറക്കും. അയ്യോ അത് ശരിക്കും അതിന് നല്ലൊരു പേന. അന്നത്തെ പേന തില്ലുണ്ട്. ഇനി എന്തായാലും ആ ഒരു ലൈഫ് തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ. അതിന് നോക്കി കിട്ടുന്നില്ല. പണ്ടൊക്കെ ആണും പെണ്ണും കൂടി സംസാരിച്ച പ്രശ്നമായിരുന്നു. അല്ല അതും ആ ഒരു മാറ്റത്തെ ഞാൻ യോജിക്കുന്നുണ്ട്. ഒരു കണക്കിന് അതൊക്കെ നല്ലതാ ആ ഒരു ഇതില്. ഒരാൾ പക്ഷെ അന്നത്തെ ചിന്ത ഞാൻ ഭയങ്കര ഒരു ഇതായിരുന്നു. എന്തോ ഓവറായിട്ട് എന്തോ മോശമായ രീതിയാണ് അന്നത്തെ. അത് ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രണയം നിരസിച്ചതിന്റെ പേരിൽ കല്യാണം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നവരൊക്കെ കാണാൻ കിട്ടുള്ളൂ. എന്റെ അപ്പച്ചി ഉണ്ടല്ലോ കല്യാണം കഴിക്കാത്ത. പക്ഷെ ഇന്നാണെങ്കിൽ ആ സമയത്ത് എനിക്കില്ലാത്തത് വേറെ ആർക്കും വേണ്ട. അത് ആ ഒരു മനോഭാവം ശരിയല്ല. ഇന്നിപ്പം നമ്മളെ ഫീലിങ്സ് പോലും നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇതിലേക്ക് മാറിപ്പോയി. അപ്പം ഒരാൾ മാത്രം കണ്ടാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ മാത്രം കണ്ടാൽ മതി എന്ന് വെച്ചാൽ നമുക്ക് ബാക്കി എല്ലാം കാണിക്കാതെ മാത്രം കാണിക്കുന്ന ഓപ്ഷൻ ആയി നമ്മളെ ഫീലിങ്സ് അങ്ങനെയൊക്കെ മാറി. പക്ഷെ ഞങ്ങൾ 90s കിഡിനെ സംബന്ധിച്ചും ഞങ്ങൾ ഭയങ്കര റൊമാൻറ്റിക്കാ. ഇല്ലേ അത് പലർക്കും മനസ്സിലാവും. പക്ഷെ ഈ ജനറേഷൻ അതിന് പറയുന്നത് തന്ത വൈബ് അങ്ങനെയാണല്ലോ. അതെ അതൊക്കെ ഇപ്പോഴത്തെ തന്ത വൈബ് എന്തുവാ തെറ്റെന്ന് പറയുന്നത്. തന്ത വൈബ് അത് പറയുന്നത് പറ്റുന്നില്ല. കിട്ടുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്, എല്ലാ കഴിവുകൊണ്ട് എല്ലാവർക്ക് ചുറ്റിലും ഉണ്ട് എല്ലാം. പക്ഷെ അത് തെറ്റായി പോയി എന്ന് പറയും. നമ്മൾ തെറ്റ് കണ്ടു ചെയ്യല്ലേ എന്ന് പറഞ്ഞു അതെ പറയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേർ പെരുകായ ബുദ്ധി കൂടുതല. ചുറ്റും കാണുന്നതും അങ്ങനത്തെ മനസ്സിൽ കൊണ്ട് നടക്കും ഈ പെരുകാരം. ഇപ്പം കഴിഞ്ഞ വർഷം ഒരു കുത്തിക്കൊന്നിന്റെ സഹപാഠികളെല്ലാം ചേർന്നു. ഒന്നുമില്ല, കൂ വിളിച്ചതിന്റെ പേരിലാണ് തല്ലിക്കൊന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ എത്ര പേര് തല്ലിക്കൊന്നു പണ്ട്. എന്തോരം ക്യൂ ആണ്. അതാണ് ഈ പ്രതികാര മനോഭാവം കുട്ടികൾ കൂടുതലാണ്. അതൊന്നും ഇതാക്കാനുള്ള ഇത് പാരന്റ്സും ചെയ്യുന്നില്ലല്ലോ. പാരന്റ്സ് ഈ ചൂക്കറ്റിന്റെ പാരന്റ്സ് ആരാ? നമ്മള് 90s കിഡ്സ് അവരും. പക്ഷെ അവരെ കുറിച്ച് പോലും പറയാം. അവര് ഒന്നും സമയമില്ലല്ലോ. എല്ലാം ഇപ്പം മൊബൈൽ നോക്കുക. ഇപ്പൊ എല്ലാ വീട്ടിലും ഓരോ റീലുണ്ട് അല്ലേ? സോഷ്യൽ മീഡിയ റീല് ഉണ്ടല്ലോ, എല്ലാ വീട്ടിലും ഉണ്ട്. അതൊക്കെ നല്ല ഒരു വർഷം നല്ല ചീത്തയുണ്ട്. കാരണം നമുക്ക് സമയം എന്ന് പറയുന്നത് വലിയ വാല്യുവാണ് അല്ലേ? അപ്പം ഒരു 10 മിനിറ്റ് നമ്മളെ കുട്ടികളെല്ലാം ചേർന്ന് മാതാപിതാക്കൾ ഇരുന്ന് 10 മിനിറ്റ് സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആരും ഇല്ല. അച്ഛനും അമ്മയും മക്കളും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്ന് ഫോൺ മാറ്റി വെച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം പോലും ഇല്ല. പകുതി വീട്ടിലും കാണാനില്ല അങ്ങനെ. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പം നിങ്ങൾക്കൊരു പ്രശ്നം വന്ന ഉദാഹരണം, ആരും നിങ്ങൾ വീട്ടിൽ അറിയിക്കത്തില്ല. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കും നിങ്ങൾ വിളിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ അവരുമായി ചേരുമ്പം വീട്ടുകാർ ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു കാലമാണ്. അത് ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയായിരിക്കും. പക്ഷെ എപ്പോഴും നമുക്ക് നമ്മുടെ കാര്യം നമ്മൾ വീട്ടുകാർ പറയണം. കാരണം നാളെ അവരെ നമ്മളെ കൂടെ ആകട്ടെ. എത്ര വലിയ കൂട്ടുകാരനായും പറയാനും ശരി. ഒരു പെൺകുട്ടി പോവും, ഒരു പെൺകുട്ടിക്ക് ഒരാള് നോക്കുമ്പോ അതിന്റെ വാച്ചിങ് സംസാരിച്ചൊക്കെ മനസ്സിലാവും. ഇഷ്ടമാണ് മനസ്സിലാവും. അത് മനസ്സിലാക്കി ആ കാര്യം അവതരിപ്പിച്ചതിന് ശേഷം